ഹായ് അസ്സാം വലൈക്കും വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് കുക്കിംഗ് വീഡിയോ അല്ലേ, ഒരു ട്രാവലിംഗ് വ്ളോഗാണ് കേട്ടോ. അപ്പോൾ എവിടെയാണ് പോണേന്നൊക്കെ ഞാൻ പറയാം. ഈ വീഡിയോ ഞാൻ എടുത്തിട്ട് ഇപ്പോൾ ഒരു 1 വീക്ക് ആയിട്ടുണ്ട്. ഹെൽത്ത് ഇഷ്യൂസ് കാരണം എനിക്കിത് എഡിറ്റിങ്ങോ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മളിതാ 6 മണിയാവുമ്പം ഇറങ്ങണമെന്ന പ്ലാൻ ചെയ്ത് എല്ലാം സെറ്റായിരുന്നു കേട്ടോ. പക്ഷേ പണി നമുക്ക് കിട്ടിയായിരുന്നു, ഒരു പണി കിട്ടിയായിരുന്നു കേട്ടോ. വണ്ടി തന്ന പണിയാണ്. പിന്നെ അതൊക്കെ ഒന്ന് റെഡിയാക്കി ഇറങ്ങിയപ്പം 8 മണിയായി. അങ്ങനെ നമ്മൾ 8 മണിയോളം ആയിട്ടുണ്ട് കേട്ടോ ഇറങ്ങിയപ്പോൾ. അപ്പോൾ നമ്മുടെ പ്ലാനിങ്ങൊക്കെ ഒന്ന് തെറ്റിയിട്ടുണ്ട്. നമ്മളൊരു 6 മണിക്ക് ഇറങ്ങുമ്പം നമ്മളങ്ങനെ ഒരുപാട് പ്ലാൻ ചെയ്ത് അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ ഇന്നലെ നൈറ്റിലും ഒക്കെ നല്ല മഴയായിരുന്നു. നമ്മളെന്തായാലും വീട്ടിൽ നിന്ന് ഇറങ്ങി ഇതുവരെ മഴയൊന്നും പെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് യാത്രയും കുഴപ്പമൊന്നുമില്ലായിരുന്നു. അപ്പോൾ നമ്മൾ പോയത് തെന്മല വഴിയാണ് പോയേക്കുന്നത് കേട്ടോ. പക്ഷേ ഈ തെന്മലയൊക്കെ നല്ല രസമല്ലേ കാണാൻ, പച്ചപ്പും നല്ല പ്രകൃതി രമണീയമായിട്ടുള്ള ഭാഗങ്ങളൊക്കെ അല്ലേ, കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമായിരുന്നു. പിന്നെ മഴയുടെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. നൈറ്റിലൊക്കെ നല്ല മഴയായിരുന്നു. പക്ഷേ ഇപ്പോൾ കുഴപ്പമില്ല, മഴയൊന്നുമില്ല. അടിപൊളിയായിട്ട് ചില്ല് ചെയ്ത് നമുക്ക് പോകാൻ പറ്റും. അപ്പോൾ നമ്മൾ പോയ വഴിക്കൊക്കെ വെള്ളച്ചാട്ടവും നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഈ പുഴയൊക്കെ ഒന്ന് നിറഞ്ഞ് വെള്ളം കൊണ്ടങ്ങ് ഇതായി പോകുമായിരുന്നു കേട്ടോ. മഴ അത്രയ്ക്ക് മഴയുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് പുഴയും ഒക്കെ നല്ല വെള്ളം, റോഡും ഒക്കെ വെള്ളത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മളിതാ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് കേട്ടോ. നല്ല രസമുണ്ട് ഇങ്ങനെ. ഒരു നല്ലൊരു ക്ലൈമറ്റും കൊള്ളായിരുന്നു കേട്ടോ, ഒരു തണുപ്പും ഒക്കെ ആയിരുന്നു. അപ്പോൾ ഇതാണ് കണ്ണറ പാലം. അപ്പോൾ ഇതുവഴിയൊക്കെയാണ് ഞങ്ങൾ പോയത്. അപ്പോൾ ഇപ്പോൾ സമയം 10 മണിയായിട്ടുണ്ട്. വിശപ്പിൻ്റെ വിളികളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇനി എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിച്ചാൽ മാത്രമേ മുന്നോട്ട് പോകാനുള്ള എനർജി ഉണ്ടാവുള്ളൂ. അപ്പോൾ നല്ലൊരു ഇത് നോക്കി നമ്മൾ പോവുകയാണ് കേട്ടോ. ആര്യങ്കാവ് എത്തിയപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് ഇറങ്ങി കേട്ടോ. അപ്പം ഈ കടയിൽ നിന്നാണ് ഞങ്ങൾ ഫുഡ് കഴിച്ചത്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് കടയുടെ അകത്ത് നിന്ന് നമ്മൾ നോക്കുന്ന ആ വ്യൂ ആണ് കേട്ടോ ഈ കാണുന്നത്. ഒരു സൈഡിലായിട്ട് ഇതുപോലെ നല്ല രസമുണ്ട് കേട്ടോ, അടിപൊളി. ഒരു മൂന്നാറിലൊക്കെ വന്നൊരു ഫീലായിരുന്നു കേട്ടോ. അടിപൊളി രസമുണ്ട്, ഒരു ക്ലൈമറ്റും തണുപ്പും ഒക്കെ ചേർന്നതാണ്. പിന്നെ ഫുഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു രക്ഷയില്ലാത്ത ഫുഡായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റി ആയിരുന്നു. അപ്പോൾ ഞാൻ ഓർഡർ ചെയ്തത് അപ്പവും മുട്ടക്കറിയായിരുന്നേ. മോൻ ഓർഡർ ചെയ്തത് ബീഫും ബറോട്ടയായിരുന്നു. പിന്നെ വാപ്പായും ഉമ്മച്ചിയൊക്കെ ഓർഡർ ചെയ്തത് അപ്പവും മുട്ടക്കറിയായിരുന്നേ. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. അപ്പം എന്ന് വെച്ചാൽ നമ്മൾ ഓർഡർ കൊടുക്കുന്ന അനുസരിച്ചിട്ടാണ് അവർ ചുട്ട് തരുന്നത്. അപ്പോൾ നല്ല മൊരിഞ്ഞ അപ്പമൊക്കെ വേണമെങ്കിൽ അവരതനുസരിച്ച് തരുമേ. അതേപോലെ ബറോട്ടയും ബീഫും ഒക്കെ അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ. എടുത്തു പറയേണ്ട വേറൊരു കാര്യം ഉണ്ടായിരുന്നു, നല്ല നീറ്റായിരുന്നു കേട്ടോ. നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നേ. കടയുടെ അകമായാലും പുറത്തോട്ടായാലും ഒക്കെ നല്ല നീറ്റായിരുന്നു കേട്ടോ. അതേപോലെ നമ്മൾ വീട്ടിൽ ഫുഡ് കഴിക്കുന്ന ആ ഒരു ഫീല് തന്നെയായിരുന്നു കേട്ടോ. നല്ല ഫുഡ് തന്നെയായിരുന്നു, എനിക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ വെളിയിൽ ഇറങ്ങിയിട്ടുള്ള വ്യൂ ആണ്. ആ ഒരു ഭാഗത്ത് നിന്ന് നല്ല കാറ്റും നല്ല രസമുണ്ട് കേട്ടോ. അപ്പോൾ ഇതുവഴി വരുന്ന ഒരുവിധമുള്ള എല്ലാ വണ്ടികളും ഇവിടെ നിർത്തി ഇതേപോലെ സെൽഫിയും ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. ഫോട്ടോസും റീൽസും ഒക്കെ എടുക്കുന്നുണ്ട്. അതിന് പറ്റിയ നല്ലൊരു ലൊക്കേഷൻ തന്നെയാണ് കേട്ടോ ഇത്. പിന്നെ ഭക്ഷണം കഴിക്കാൻ വരുന്നവരും ഇവിടെ ഇറങ്ങി കുറച്ച് നേരമൊക്കെ ഒന്ന് കാറ്റൊക്കെ കൊണ്ടുവന്ന് ഇതൊക്കെ ഒന്ന് മാറിയതിന് ശേഷം മാത്രമേ പോകുള്ളൂ. അത്രയ്ക്ക് അടിപൊളി തന്നെ. നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ പോണ വഴിക്ക് ഒരു കടയിൽ കയറി കുറച്ച് സ്നാക്സൊക്കെ ഒന്ന് മേടിക്കണം. അങ്ങനെ നമ്മളിതാ ഒരു ഷോപ്പിൽ കയറി കുറച്ച് സ്നാക്സും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. ചക്ക വറുത്തതും പൊട്ടറ്റോടയും ഒക്കെ അങ്ങനെ. പിന്നെ ചീനിയുടേതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ മേടിച്ച് അവർ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് മേടിക്കാനാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു, കൊള്ളായിരുന്നു. അങ്ങനെ നമ്മൾ മേടിച്ചു. അങ്ങനെ വണ്ടിയിരുന്ന് കഴിക്കുമായിരുന്നു കേട്ടോ. ഇപ്പോൾ ഏകദേശം ഞങ്ങൾ എത്താറായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പോണ വഴിക്ക് സയാൻകുട്ടൻ ഒന്ന് ഒമിറ്റൊക്കെ ചെയ്ത് കേട്ടോ. യാത്ര അത്രയും ലോങ് യാത്രയൊക്കെ ആയപ്പം അവനും ആകെ ഒന്ന് ടയേർഡായിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളിതാ എത്തിയിട്ടുണ്ട്. പൊട്ടൽപുത്തൂരാണ് കേട്ടോ നമ്മൾ വന്നത്. അപ്പോൾ ഇനിയിപ്പം അകത്തോട്ട് കയറിയിട്ട് അത് കഴിഞ്ഞിട്ട് കാണാം കേട്ടോ. അങ്ങനെ നമ്മളിതാ അവിടെ നിന്ന് ഇറങ്ങി. ഇനിയിപ്പം വിശപ്പിൻ്റെ വിളി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ പോകുന്നൊരു സ്ഥലത്ത് ഇരുന്നൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഒരു സ്ഥലം കിട്ടി കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ വണ്ടി നിർത്തി അവിടെ നിന്ന് ഭക്ഷണം കഴിക്കാനായിട്ടിരിക്കുകയാണേ. ഭക്ഷണം ഞങ്ങൾ കൊണ്ടുപോയി, കാരണം തമിഴ്നാട്ടിലോട്ടൊക്കെ പോയാൽ ഭക്ഷണം പിടിക്കത്തില്ല. അപ്പം
അങ്ങനെ അവിടെ ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ദിവസവും ഒന്നീ ഹോളിലോ അല്ലെങ്കിൽ ടി വിയുടെ മുന്നിലോ പിന്നെ അങ്ങനെയൊക്കെ ഇരുന്ന് കഴിക്കുന്നിടത്ത് ഇങ്ങനെ ഒരു വെറൈറ്റി ആയിട്ടൊക്കെ കഴിക്കുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഫാമിലിയൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരുന്ന് നല്ല പ്രകൃതി രമണീയമായിട്ട് സ്ഥലത്തൊക്കെ ഇരുന്ന് നല്ല കാറ്റൊക്കെ കൊണ്ട് ഭക്ഷണം കഴിക്കാൻ ഒരു പ്രത്യേക വൈബ് തന്നെയാണ് കേട്ടോ. ലൈഫിൽ നമ്മൾ ആ ഒരു ടൈം, ഈ ഒരു സമയം നമ്മുടെ ലൈഫിൽ നിന്ന് നമ്മളത് ഒരിക്കലും മറക്കില്ല കേട്ടോ. അത്രയ്ക്ക് നല്ലൊരു രസമുണ്ടായിരുന്നേ. അങ്ങനെ നമ്മൾ അവിടുത്തെ ഭക്ഷണമൊക്കെ കഴിച്ച് പിന്നെ സയൻകുട്ടനെ ഒന്ന് ഫ്രഷൊക്കെ ആക്കിയിട്ട് ഇറങ്ങി കേട്ടോ. ഇനി ഞങ്ങൾ പോകുന്നത് ആറ്റാങ്കരയാണ് കേട്ടോ. ഇവിടുന്ന് അത്യാവശ്യം നല്ല ലോങ് ആണ്. അങ്ങനെ സയൻകുട്ടൻ ഇങ്ങനെ കാണിച്ചൊക്കെ കൊടുത്തു കേട്ടോ. ട്രെയിൻ പോകുന്നതൊക്കെ അവന് ഭയങ്കര സന്തോഷമായിരുന്നേ. അങ്ങനെ ഞാനും കുറച്ച് നേരമൊക്കെ ഒന്ന് ഉറങ്ങി എണീച്ചു കേട്ടോ. ഉറങ്ങി എണീച്ചപ്പോൾ ദാ അടിപൊളി വ്യൂ ആണെന്ന്. അപ്പോൾ പിന്നെ വീഡിയോ എടുക്കാം, നിങ്ങളെയും കൂടെ കാണിക്കാമല്ലോ എന്നും പറഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. സയൻകുട്ടൻ വീണ്ടും നല്ല ഉറക്കമാണ്. ഇർഫും ഉറങ്ങുന്നുണ്ട് കേട്ടോ. വാപ്പച്ചിയൊന്നും ഉറങ്ങിയിട്ടില്ല. അങ്ങനെ ദാ അടിപൊളി രസമുണ്ട് കേട്ടോ. അപ്പോൾ ഉമ്മച്ചി പറയുക ഇങ്ങനെ വീഡിയോ എടുക്കുന്നത് നല്ല രസമുള്ള സ്ഥലങ്ങളെത്തപ്പോൾ എടുക്കുന്നത്. ഞാൻ ഉറക്കത്തിൻ്റെ ഭ്രാന്തായിപ്പോയി, ഭയങ്കര ടയേർഡായിപ്പോയി കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോൾ സയൻകുട്ടൻ ഉണർന്ന്. സയൻകുട്ടൻ കുറച്ച് നേരമൊക്കെ ഇരുന്നിട്ട് വീണ്ടും അവനങ്ങ് വൊമിറ്റ് ചെയ്ത് കേട്ടോ. അപ്പോൾ 2-3 പ്രാവശ്യം അങ്ങ് ആയി. എനിക്ക് ഈ ഒരു ട്രാവലിങ്ങിൻ്റെ ഒരു ഇഷ്യൂസ് തന്നെയാണ്. ക്ലൈമറ്റിൻ്റെയും എല്ലാം പ്രശ്നമുണ്ട് കേട്ടോ. മറ്റ് സാധാരണ ഇങ്ങനെ ട്രാവൽ ചെയ്യുന്ന ടൈമിൽ വൊമിറ്റ് ചെയ്യത്തൊന്നുമില്ല. ഒരു 6 മണിയോളം ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷീണിച്ച് എല്ലാവർക്കും ഉറക്കമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇന്ന് ചായ കുടിക്കാമെന്നും പറഞ്ഞ് ചായ കുടിച്ചു കേട്ടോ. ഞാൻ വേറൊന്നും മേടിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാനും ഉമ്മച്ചിയൊന്നും ഒന്നും മേടിച്ചില്ല. മോൻ ഇർഫു ഒരു പപ്സ് മേടിച്ച് കഴിച്ചു. ഇനി കുറച്ച് ദൂരവും കൂടെ ഉള്ള കേട്ടോ ആറ്റാങ്കര എത്താൻ. അങ്ങനെ അൽഹംദുലില്ലാ ഞങ്ങൾ ആറ്റാങ്കര എത്തിയിട്ടുണ്ട്. ഇനിയിപ്പം അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണാമേ. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞിറങ്ങി. ഇനിയിപ്പം നേരെ വീട്ടിലോട്ടാണ്. അപ്പം ട്രിവാൻഡ്രത്ത് എത്തിയിട്ടേ നമ്മൾ രാത്രിത്തെ ഭക്ഷണം കഴിക്കുന്നുള്ളൂ. ഇവിടെ നിന്നൊന്നും ഭക്ഷണം അങ്ങോട്ട് പിടിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയാണ്. ഇനി അങ്ങോട്ട് വീഡിയോസും കാര്യങ്ങളൊന്നും ഞാൻ എടുത്തിട്ടില്ല. മോന് ഭയങ്കര നിർബന്ധവും ആകെ ഒന്ന് ടയേർഡായി ആൾ കയ്യിൽ നിന്ന് മാറാതിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് മുന്നോട്ടുള്ള ഒരു വീഡിയോ എടുത്തിട്ടില്ല. പിന്നെ രാത്രിത്തെ ഭക്ഷണം കഴിച്ചത് പുട്ടുകടയിൽ നിന്നായിരുന്നേ. പുട്ടും നല്ല ബീഫും ആയിരുന്നു കേട്ടോ. അപ്പം അതൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ഞങ്ങൾ വീടെത്തിയപ്പോൾ ഒരു 2 മണിയോളം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടിപൊളി ഒരു വീഡിയോയുമായി നമുക്ക് നാളെ കാണാം. ടാറ്റാ ബൈ ബൈ, സീ യു, അസ്സലാമു അലൈക്കും.